ഈദ് ആഘോഷങ്ങൾക്ക് 3 ദിവസത്തെ അവധി നൽകണമെന്ന് സമസ്ത സമ്മേളനത്തിൽ പ്രമേയം. 1-2 ദിവസം അവധി നൽകിയാൽ കുടുംബ ബന്ധങ്ങൾ പുതുക്കാനാകുന്നില്ലെന്നാണ് വിശദീകരണം. ഗൾഫ് രാജ്യങ്ങളിലെ ദീർഘാവധി കേരളത്തിൽ പരിഗണിക്കണം. വെള്ളിയാഴ്ച ജുമാ നമസ്കാര സമയത്ത് പരീക്ഷകൾ നടത്തുന്നത് വിശ്വാസികളോടുള്ള അനീതിയാണെന്നും പ്രമേയത്തിൽ പറയുന്നു. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, അവധി അത് ഗൾഫിലെ പോലെ വേണം എന്നുള്ളൊരു ആവശ്യമാണല്ലേ? ഒപ്പം പ്രമേയത്തിൽ പൂർണ്ണമായിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്ന് 2 പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അതിലൊന്ന്, ഈദ് ആഘോഷങ്ങൾക്ക് സർക്കാർ 3 ദിവസത്തെ ഔദ്യോഗികമായ അവധി നൽകണം എന്നതാണ് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. 1-2 അവധികൾ നൽകിയാൽ ഈ കുടുംബ ബന്ധങ്ങൾ കൃത്യമായി അത് നിർവഹിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം മതകർമ്മങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി ഈ അവധി ദിനങ്ങൾ കുറയുന്നത് കാരണമാകുന്നു എന്നതാണ് ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് 3 ദിവസത്തെ അവധി നിർബന്ധമായും നൽകണം എന്നതാണ് സമസ്ത പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഈ ഈദ് ആഘോഷങ്ങൾക്ക് ദീർഘ അവധി നൽകുന്നുണ്ട്. അത് കേരളത്തിൽ കൂടി അത് മാതൃകയാക്കണം എന്നതാണ് ഒന്നാമത്തെ പ്രമേയത്തിൽ പറയുന്നത്. മറ്റൊന്ന്, പൊതുവിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കുമ്പോൾ സാമുദായിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാ നമസ്കാര സമയത്ത് ഈ പരീക്ഷകൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. അത് മാറ്റി മറ്റു സമയങ്ങളിലേക്ക് അത് നിശ്ചയിക്കണം. അതായത് സാമുദായികമായിട്ടുള്ള സാഹചര്യങ്ങളെ പരിഗണിക്കണം എന്നതാണ് രണ്ടാമത്തെ പ്രമേയത്തിൽ എന്തായാലും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 2 സുപ്രധാനമായിട്ടുള്ള പ്രമേയങ്ങളാണ് ഈ 100ാം വാർഷിക സമ്മേളനത്തിന്റെ അവസാന ദിനം അവതരിപ്പിച്ചിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.